നമസ്കാരം. തൃശൂർ വിഷൻ വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കയ്പമംഗലത്ത് വിവിധ പരിപാടികളോടെ നബിദിനാഘോഷം സംഘടിപ്പിച്ചു. തൃശൂർ വിയ്യൂരിൽ ഫ്ളാറ്റിനോട് ചേർന്നുള്ള കിണർ ഇടിഞ്ഞു വീണു. സ്കൂട്ടറുകൾ കിണറ്റിൽ വീണു. നാട്ടികക്കാർക്ക് പ്രമുഖ വ്യവസായി പത്മശ്രീ ഡോക്ടർ എം.എ. യൂസഫ് അലിയുടെ ഓണസമ്മാനം. നാട്ടിക പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ 750 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകളും ഓണക്കോടിയും വിതരണം ചെയ്തു. കയ്പമംഗലം 22-ാം വാർഡിലെ അമ്മമാർക്കും ആശാവർക്കർമാർക്കും ഹരിത കർമ്മസേനാംഗങ്ങൾക്കും വാർഡ് മെമ്പർ ഷാഹിർ പടൂംപറമ്പിലിന്റെ നേതൃത്വത്തിൽ ഓണസമ്മാനം നൽകി. വാർത്തകൾ വിശദമായി. കയ്പമംഗലത്ത് വിവിധ പരിപാടികളോടെ നബിദിനാഘോഷം സംഘടിപ്പിച്ചു. മൗലീദ് പാരായണം, പതാക ഉയർത്തൽ, ഘോഷയാത്ര, അന്നദാനം, വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. മഴയെ തുടർന്ന് ചിലയിടങ്ങളിൽ ഘോഷയാത്ര മറ്റു ദിവസങ്ങളിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം മദ്രസ ആൻഡ് മസ്ജിദിൽ മഹൽ ഖത്തീബ് KP അബൂബക്കർ സഅദി പതാക ഉയർത്തി. തുടർന്ന് മദ്രസ വിദ്യാർത്ഥികളുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും ദഫ്മുട്ട് അവതരണം നടന്നു. തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. കാക്കാത്തുരുത്തി ബദർ പള്ളി ഇസത്തുൽ ഇസ്ലാം മദ്രസയിൽ മഹൽ വൈസ് പ്രസിഡന്റ് ബിലാൽ പതാക ഉയർത്തി. മഹൽ ഖത്തീബ് സജീർ ഫൈസി പ്രാർത്ഥന നിർവഹിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും മഹൽ നിവാസികളും അണിനിരുന്ന റാലിയും ഉണ്ടായിരുന്നു. ചളിങ്ങാട് സെന്റർ മുനിറുൽ ഇസ്ലാം മഹൽ ജുമാ മസ്ജിദിന്റെയും ഇഖ്വത്തുൽ ഇസ്ലാം മസ്ജിദിന്റെയും ആഭിമുഖ്യത്തിൽ നബിദിന പരിപാടികൾ നടന്നു. പുത്തൻപള്ളി മഹൽ ദാറുൽ ഉലാം മദ്രസയുടെ നേതൃത്വത്തിൽ നബിദിന റാലി നടന്നു. മഹൽ ഖത്തീബ് അബ്ദുൽ ഖാദർ നദ്വി പ്രാർത്ഥന നിർവഹിച്ചു. തൃശൂർ വിയ്യൂരിൽ ഫ്ളാറ്റിനോട് ചേർന്നുള്ള കിണർ ഇടിഞ്ഞു വീണു. സ്കൂട്ടറുകൾ കിണറ്റിൽ വീണു. വിയ്യൂർ സ്വദേശി ശാന്താകൃഷ്ണന്റെ ഉടമസ്ഥയിലുള്ള ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. സമീപത്ത് നിർത്തിയിട്ടിരുന്ന 2 സ്കൂട്ടറുകളാണ് 25 അടി താഴ്ചയിലുള്ള കിണറ്റിലേക്ക് വീണത്. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ PU വർഗീസ്, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ S ശ്രീജിത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്കൂട്ടറുകൾ പുറത്തെടുത്തു. നാട്ടികക്കാർക്ക് പ്രമുഖ വ്യവസായി പത്മശ്രീ ഡോക്ടർ എം.എ. യൂസഫ് അലിയുടെ ഓണസമ്മാനം. നാട്ടിക പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ 750 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകളും ഓണക്കോടിയും വിതരണം ചെയ്തു. എം.എ. യൂസഫ് അലിയുടെ സഹായത്തോടെ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളി, ആശ്രയ, അഗതി, ഹരിതകർമ്മസേന, അങ്കനവാടി, ആശ, കുടുംബശ്രീ, CDS തുടങ്ങി 750 കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. 84 ആശ്രയ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റിന് പുറമെ ഓണക്കോടിയും വിതരണം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു അധ്യക്ഷത വഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA ഷൗക്കത്ത് അലി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സിദ്ദിഖ്, സീന ഉണ്ണികൃഷ്ണൻ, സുബില പ്രസാദ്, മെമ്പർമാരായ സനി രാജു, സജിനി ഉണ്ണിയാരംപറക്കൽ, PC മണികണ്ഠൻ, രജനി ബാബു, നിഷ ഉണ്ണികൃഷ്ണൻ, അംബിക ടീച്ചർ, KV പവിത്രൻ, സിന്ധു സിദ്ധപ്രസാദ്, TC ഉണ്ണികൃഷ്ണൻ, KK സന്തോഷ്, ലുലു മാനേജർ ഇക്ബാൽ, ലുലു എക്സ്പ്രസ് DJM ടിവിൻ VS, വൈമാൾ മാനേജർ മെബിൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ രാജി രഞ്ജൻ, മുൻ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VR വിജയൻ, മുൻ പഞ്ചായത്ത് മെമ്പർമാരായ CG അജിത് കുമാർ, CS മണികണ്ഠൻ, ശ്രീദേവി ഷൺമുഖൻ, ബിന്ദു പ്രദീപ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മക്കളായി കൊണ്ടുകൊണ്ടാണ് അവരുടെ ജോലിക്കാര്യത്തിലായാലും അവർ വീടിനകത്തൊരു വിഷമം ഉണ്ടാകുമ്പോൾ ആ വിഷമത്തിലായാലും അവർ സന്തോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് നിരവധി ആളുകൾക്ക് നമ്മൾ ദിവസവും കേൾക്കുന്ന വാർത്തകൾ തന്നെ യൂസഫ് അലിക്കയുടെ സഹായം കൊണ്ട് നിരവധി കുടുംബങ്ങൾ രക്ഷപ്പെടുന്ന അവർക്ക് ലഭിക്കുന്ന സഹായം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു മനുഷ്യൻ നടത്തുന്ന ഏറ്റവും മഹത്തായ ഒരു കർത്തവ്യത്തിന്റെ ഉദ്ഘാടകനായി ഇവിടെ നിൽക്കാൻ കഴിഞ്ഞതന്നെ ഏറ്റവും വലിയ സന്തോഷവും രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ ഏറ്റവും അഭിമാനകരമായ നിമിഷവുമായി തന്നെ കാണുകയാണ്. കയ്പമംഗലം 22-ാം വാർഡിലെ അമ്മമാർക്കും ആശാവർക്കർമാർക്കും ഹരിത കർമ്മസേനാംഗങ്ങൾക്കും വാർഡ് മെമ്പർ ഷാഹിർ പടൂംപറമ്പിലിന്റെ നേതൃത്വത്തിൽ ഓണസമ്മാനം നൽകി. 70ഓളം അമ്മമാർക്കുള്ള ഓണപ്പുടവ വിതരണത്തിന്റെ ഉദ്ഘാടനം വാർഡിലെ ഏറ്റവും മുതിർന്ന അമ്മയായ ശാന്ത കൈതവളപ്പലിന്
ഓണപ്പുടവ നൽകി മഹാദേവ ക്രിയേഷൻസ് ഉടമയും സാമൂഹിക പ്രവർത്തകനുമായ പ്രണവ് തലാശ്ശേരി നിർവഹിച്ചു. വാർഡ് മെമ്പർ ഷാഹിർ പഴുമ്പറമ്പിൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീഷ് മുഖ്യാതിഥിയായി. CDS ചെയർപേഴ്സൺ കല, ആശാവർക്കർ മിനി, ലാൻഡ് 47 ഗ്രൂപ്പ് MD TK ഷിഹാസ്, അനിൽകുമാർ ബാലൻ, ഫൈസൽ ബീരു, ശ്രീജിത്ത് കാവുങ്ങൽ, PY ബിനാസ്, സിനി ഗോപാലൻ, PA റിഫാസ്, VI ഷക്കീർ, റാഫി പഴുമ്പറമ്പിൽ, PA അൻവർ, സലീം മുഹമ്മദ്, അംഗനവാടി വർക്കർ തസ്നി ആഷിഫ്. കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ DYSP R രതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മതിലകം CI VV വിമൽ, SI-മാരായ രഞ്ജിത്ത് T ജയകുമാർ, പഞ്ചായത്ത് അംഗം PS ഷാഹിർ, പ്രണവ് തലാശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ശ്രീഭദ്ര പെരിഞ്ഞനവും ശ്രീഭദ്ര ഐനിച്ചോടും അവതരിപ്പിച്ച വീരനാട്യവും ഓണസദ്യയും ഉണ്ടായിരുന്നു. പെർമിഷൻ ഇല്ലായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ആഘോഷിക്കാനായിട്ടുള്ള യാതൊരു അവസരങ്ങളും ഞങ്ങൾക്ക് കിട്ടില്ല. ഞങ്ങളുടെ മേലധികാരികൾ ഞങ്ങളോട് പറയുന്നത് നിങ്ങൾക്കല്ല ഓണം, ജനങ്ങളുടെ ഓണമാണ്, അത് നമ്മൾ ഭംഗിയായിട്ട് നടത്തുക എന്നുള്ളതാണ്. അപ്പൊ നമ്മള് അത് വിഷമമൊന്നും കണ്ടില്ല. ശരിയാണ്, ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. ആ ഓണത്തിന് വേണ്ടി ഞങ്ങൾ അന്ന് വളരെ ഇറങ്ങി നടക്കുകയാണ്. അവരോട് ജനങ്ങളോടൊപ്പം അവരുടെ സന്തോഷത്തിലും സുഖത്തിലും ഓരോ കൊച്ചു കൊച്ചു ഓണാഘോഷങ്ങളിലും പങ്കെടുക്കുന്നതായിരുന്നു ഞങ്ങളുടെ ഓണാഘോഷം. കയ്പമംഗലം സർവീസ് സഹകരണ ബാങ്കിൽ മെമ്പർ റിലീഫ് ഫണ്ട് വിതരണം നടത്തി. ബാങ്ക് അംഗത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് NA നൂറുൽ ഹുദ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ മുഖ്യാതിഥിയായി. ബാങ്ക് വൈസ് പ്രസിഡന്റ് VR ഷൈൻ, സെക്രട്ടറി R ശ്രീലേഖ മേനോൻ, ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ മുഹമ്മദ് ചാമക്കാല, PK റഹീം, PL പോൾസൺ, KM വിജയൻ എന്നിവർ സംസാരിച്ചു. മാരകമായ അസുഖങ്ങൾ ബാധിച്ച ബാങ്ക് അംഗങ്ങളായ 17 ആളുകൾക്കാണ് സഹകരണ വകുപ്പ് അനുവദിച്ച ധനസഹായം കൈമാറിയത്. CPM കൊപ്രക്കളം ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ഓണക്കോടി വിതരണവും കർഷകരെയും പ്രവാസികളെയും ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. PM സൈനുൽ ആബിദിൻ അധ്യക്ഷനായി. CPM ലോക്കൽ സെക്രട്ടറി TV സുരേഷ് ഓണ സന്ദേശം നൽകി. കയ്പമംഗലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് നൂറുൽ ഹുദ, IS കാസിം, KM വിജയ്, KG കൃഷ്ണകുമാർ, കുട്ടി ഗഫൂർ, വാർഡ് മെമ്പർ ദിലീപ് കുമാർ, ഷിന രഞ്ജിത്ത്, സൗമ്യ രാജേഷ്, ബിജു സുധീഷ്, ഹബീഷ് കുന്നുങ്ങൽ, ഹിസ എന്നിവർ സംസാരിച്ചു. വിധവകൾക്ക് ഓണക്കോടി വിതരണം ചെയ്യുന്ന പ്രവർത്തനം കഴിഞ്ഞ 10 വർഷത്തോളമായി തുടർന്നു വരുന്നതായി സംഘാടകർ അറിയിച്ചു. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിക്കുള്ളിൽ നിർധനരായ കിടപ്പ് രോഗികൾക്കും ആരും സഹായിക്കാനില്ലാതെ കഴിയുന്ന വയോജനങ്ങൾക്കും ഓണക്കിറ്റുകൾ നൽകി. 30ഓളം കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റ് നൽകിയത്. അന്തിക്കാട് SI ഋഷി പ്രസാദിന്റെ നേതൃത്വത്തിൽ സ്റ്റേഷനിലെ PS സജു, K രാമചന്ദ്രൻ, P മണികണ്ഠൻ, V പ്രതീഷ്, K കൃപേഷ് എന്നീ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് കിറ്റുകൾ നൽകിയത്. പൊതുപ്രവർത്തകരായ സോണി ജോസ് കടങ്ങോട്ട്, ജെൻസൺ ജെയിംസ് എന്നിവർ പങ്കെടുത്തു. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. വാർത്താ നേരം തുടരുന്നു. ചാണൂർ ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയേഴ്സ് തയ്യാറാക്കിയ ഓണക്കിറ്റുകൾ ചാണൂർ പഞ്ചായത്തിലെ മാനസ ഗ്രാമത്തിലേക്ക് കൈമാറി. ചാണൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS ഷാജി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TV രതീഷ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് നൈസൺ പൗലോസ്, NSS പ്രോഗ്രാം ഓഫീസർ EA ഷൈനി എന്നിവർ സംസാരിച്ചു. കർഷക കോൺഗ്രസ് അന്തിക്കാട് മണ്ഡലം കമ്മിറ്റിയും ചിങ്ങം കർഷക കൂട്ടായ്മയും ചേർന്ന് സംഘടിപ്പിച്ച വീട്ടുമുറ്റത്ത് ഒരു പേരത്തൈ പദ്ധതി KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാജിൻ ഇയാനി അധ്യക്ഷത വഹിച്ചു. ചിങ്ങം കർഷക കൂട്ടായ്മ ജില്ലാ പ്രസിഡന്റ് PM രാജീവ് പദ്ധതി വിശദീകരണം നൽകി. സിനിമാ സംവിധായകനും എഴുത്തുകാരനുമായ സജീവൻ അന്തിക്കാട് കാർഷിക സംസ്കൃതിയെക്കുറിച്ച് സംസാരിച്ചു. ചടങ്ങിൽ മികച്ച കർഷകരെ ആദരിച്ചു. പേരത്തൈകൾക്കൊപ്പം ജൈവവള കിറ്റും വിതരണം നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KB രാജീവ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കിരൺ തോമസ്, E രമേശൻ, ബിജേഷ് പന്നിപ്പുലത്ത്, സുധീർ പാടു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിജി ലോനപ്പൻ, ശാലിനി സന്ദീപ്, സിമി ജോജു, N ബാലഗോപാലൻ, ശ്രീജിത്ത് പുന്നപ്പുള്ളി എന്നിവർ പ്രസംഗിച്ചു. സലിയടശ്ശേരി, NH അരവിന്ദാക്ഷൻ, M വിജയൻ,
സുനിൽ കരുവത്ത്, ഫ്രാൻസിസ് ആലപ്പാട്ട് എന്നിവർ നേതൃത്വം നൽകി. കേരള പോലീസിന്റെ തൂഫാൻ ഫണ്ടിന്റെ ഭാഗമായി പുത്തൻപീടിക സെന്റ് ആന്റണീസ് HSS നിർമ്മിക്കുന്ന എമിലി എന്ന ഷോർട്ട് ഫിലിമിന്റെ ആദ്യ പ്രദർശനം നടത്തി. സബ് ഇൻസ്പെക്ടർ സാൻഡോ തട്ടിലാണ് ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തത്. സിനിമാ സംവിധായകൻ ഷൈജു അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CC ജോസഫ് അധ്യക്ഷത വഹിച്ചു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ബിബിൻ മൈക്കിൾ, പ്രിൻസിപ്പൽ സ്മിത P. ജോസ്, പഞ്ചായത്ത് അംഗം CL ജോബി, പ്രധാനാധ്യാപകൻ KK ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. ചാവക്കാട് നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. മാസങ്ങളായി ചാവക്കാട് നഗരത്തിൽ ഗതാഗതക്കുരുക്ക് പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ്. വിശേഷ ദിവസങ്ങളിലും അവധി ദിനങ്ങളിലും സ്ഥിതി കൂടുതൽ ദയനീയമാകുന്നു. ആംബുലൻസുകൾക്ക് പോലും കടന്നു പോകാൻ കഴിയാത്ത വിധം റോഡുകൾ സ്തംഭിക്കുന്ന അവസ്ഥയാണ് നഗരത്തിലുള്ളത്. നഗരത്തിൽ ഗതാഗതം ശാസ്ത്രീയമായി നിയന്ത്രിക്കുവാൻ സ്ഥിരമായ സംവിധാനങ്ങൾ ഒന്നുമില്ല. മുൻകാലങ്ങളിൽ ഗതാഗത നിയന്ത്രണത്തിന് ഹോംഗാർഡുമാരെ ചുമതലപ്പെടുത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നഗരത്തിൽ സേവനം ലഭ്യമാകുന്നില്ല. അവധി ദിവസങ്ങളിൽ ചാവക്കാട് ബീച്ച്, കടൽ തീരവും സന്ദർശിക്കാൻ എത്തുന്ന സഞ്ചാരികളുടെ വാഹനങ്ങൾ കൂടി എത്തുന്നതോടെ കുരുക്കിന്റെ രൂക്ഷത ഇരട്ടിയാകുന്നു. നഗരത്തിന്റെ ട്രാഫിക് നിയന്ത്രണത്തിന് അടിയന്തരമായി ശാസ്ത്രീയവും സ്ഥിരവുമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ദേശീയപാത നന്ദിക്കരയിൽ ഡിവൈഡറിൽ ഇടിച്ചുമറിഞ്ഞ പിക്കപ്പ് വാനിൽ ആംബുലൻസ് ഇടിച്ച് അപകടം. ചൊവ്വാഴ്ച രാവിലെ 10:30 അപകടം. തൃശൂർ ഭാഗത്തേക്ക് മരുന്നുകൾ കൊണ്ടുപോരുന്ന പിക്കപ്പ് നിയന്ത്രണം വിട്ട് ദേശീയപാതയിലെ ഡിവൈഡറിൽ ഇടിച്ചു മാറുകയായിരുന്നു. ഇതേ ദിശയിൽ വന്നിരുന്ന ആംബുലൻസ് പിക്കപ്പിന്റെ പുറകിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയാണ് ഗതാഗതം നിയന്ത്രിച്ചത്. റോഡിലേക്ക് മറിഞ്ഞു കിടന്ന വാഹനം ട്രെയിനെത്തിച്ചാണ് നീക്കിയത്. കാലം മായ്ക്കാത്ത തിളക്കവുമായി ഇക്കുറിയും ഉത്രാടക്കിഴി കൈമാറി. കൊച്ചി രാജവംശത്തിൽ പിന്മുറക്കാരികളായ സ്ത്രീകൾക്ക് പതിവ് തെറ്റാതെ സർക്കാർ നൽകുന്ന ഉത്രാടക്കിഴി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിലും ചടങ്ങ് നടന്നു. കൊച്ചി രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് ലഭിച്ചിരുന്ന ഓണപ്പുടവ എന്ന അവകാശമാണ് തിരുക്കൊച്ചി സംയോജനത്തോടെ സർക്കാരിന് കീഴിലായത്. ഉത്രാടക്കിഴി പണമായി ആണ് നൽകുന്നത്. കൊടുങ്ങല്ലൂരിലെ പാടാക്കുളത്ത് താമസിക്കുന്ന ചാഴൂർ കോവിലകത്തെ ഗീത തമ്പുരാൻ മകൾ സുപ്രിയ രാജ തുടങ്ങിയവർക്കാണ് റവന്യൂ അധികൃതർ കിഴി സമ്മാനിച്ചത്. കൊടുങ്ങല്ലൂർ തഹസിൽദാർ KP രമേശ് ഉത്രാടക്കിഴി കൈമാറി. ചടങ്ങിൽ ഡെപ്യൂട്ടി തഹസിൽദാർമാരായ MX ഫിലോമിന, PH ഹംസ, മേത്തല വില്ലേജ് ഓഫീസർ TR പ്രശാന്ത്, PM ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്രാടക്കാഴ്ച കുലസമർപ്പണം ഭക്തിസാന്ദ്രമായി. മേൽശാന്തി തെക്കുംപറമ്പത്ത് മനയിൽ നാരായണ നമ്പൂതിരി ആദ്യ കുല സമർപ്പിച്ചു. തുടർന്ന് കീഴ്ശാന്തിമാരായ കൊടക്കാട്ട് കൃഷ്ണൻ നമ്പൂതിരി, കീഴടം വാസുദേവൻ നമ്പൂതിരി, ക്ഷേത്രം മൂരാളൻ മല്ലിശ്ശേരി നമ്പൂതിരിപ്പാട് എന്നിവർ കുലകൾ സമർപ്പിച്ചു. മന്ത്രി K മുരളീധരൻ, ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്, ഭരണസമിതി അംഗങ്ങളായ C മനോജ് P നായർ, MU ഷിനി, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ S ഹരി ഗോപാൽ തുടങ്ങിയവരും കാഴ്ചക്കുലകൾ സമർപ്പിച്ചു. നൂറുകണക്കിന് ഭക്തരും കാഴ്ചക്കുല സമർപ്പണം എത്തിയിരുന്നു. ഭക്തർ സമർപ്പിച്ച കാഴ്ചക്കുലകളിൽ ഒരു ഭാഗം തിരുവോണ സദ്യയുടെ വിഭവമായ പഴംപ്രഥമന് ഉപയോഗിക്കും. ഒരു പങ്ക് ദേവസ്വത്തിലെ ആനകൾക്ക് നൽകും. ബാക്കിയുള്ള കുലകൾ ഭക്തർക്ക് ലേലം ചെയ്യും. പെരുങ്ങോട്ടുകരയുടെ അഭിമാനമായ സിന്ധുവിനെ അനുമോദിച്ച് പെരുങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി നേതൃത്വത്തിൽ ഇന്ത്യൻ റെയിൽവേ ഹെൽത്ത് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്ന വനിതാ വിഭാഗത്തിലെ ഏക വനിത സിന്ധു KG അനുമോദിച്ചു. ബോട്ട് കടവിലുള്ള വസതിയിൽ നടന്ന അനുമോദന ചടങ്ങ് പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആൻഡോ തുറയൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, MB സജീവൻ, പോൾ പുലിക്കോട്ടിൽ, ഹരിദാസ് ചെമ്മാപ്പള്ളി, സക്കീർ ചെമ്മാപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു. ബാംഗ്ലൂരിൽ തുടങ്ങിയ ജോലിയിൽ നിലവിൽ ചെന്നൈയിൽ എത്തിയിട്ടും 27 വർഷത്തെ സർവീസ് തുടരുമ്പോഴും ഈ വിഭാഗത്തിലെ ഏക വനിത എന്നതിൽ തുടരുകയാണ് സിന്ധു KG. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയ്പമംഗലത്ത് വിവിധ പരിപാടികളോടെ നബിദിനാഘോഷം സംഘടിപ്പിച്ചു. തൃശൂർ വിയ്യൂരിൽ ഫ്ളാറ്റിനോട് ചേർന്നുള്ള കിണർ ഇടിഞ്ഞു വീണു. സ്കൂട്ടറുകൾ കിണറ്റിൽ വീണു. നാട്ടികക്കാർക്ക് പ്രമുഖ വ്യവസായി പത്മശ്രീ ഡോക്ടർ MA യൂസഫ് അലിയുടെ ഓണസമ്മാനം. നാട്ടിക പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ 750 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകളും ഓണക്കോടിയും വിതരണം ചെയ്തു. കയ്പമംഗലം 22-ാം വാർഡിലെ അമ്മമാർക്കും ആശാ വർക്കർമാർക്കും
ഹരിത കർമ്മസേനാംഗങ്ങൾക്കും വാർഡ് മെമ്പർ ഷാഹിർ പടുംപറമ്പിലിന്റെ നേതൃത്വത്തിൽ ഓണസമ്മാനം നൽകി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും തൃശൂർ വിഷൻ ചാനലിന്റെ ഓണാശംസകൾ.